മലയാള സിനിമാ പ്രേമികൾക്ക് തമിഴ് സിനിമാ പ്രേമികൾക്ക് സന്തോഷം നൽകുന്ന ഒരാഴ്ചയാണിത്. നിരവധി ചിത്രങ്ങളും അതും വിജയ ചിത്രങ്ങൾ തന്നെയാണ് ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ആഴ്ച OTT വഴി റിലീസ് എത്തിയിരിക്കുന്ന സിനിമകളെക്കുറിച്ച് തന്നെ പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തിയേറ്ററുകളിൽ വമ്പൻ വിജയങ്ങൾ ആഘോഷമാക്കുമ്പോൾ തന്നെ OTT പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് വിവിധ സീരീസുകളും സിനിമകളും തന്നെ ഈ ആഴ്ച കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച C5-ന്റെ വെബ് സീരീസ് റിലീസ് എത്തിയിട്ടുണ്ടായിരുന്നു. കാക്കി സർക്കസ് എന്നാണ് സീരീസിന്റെ പേര്. അമീൻ ബാരിഫ് രചനീ സംവിധാനം നിർവഹിച്ച ഈ ഒരു സീരിയലിൽ മുനീഷ്കാന്ത്, സുഭാഷ് സെൽവം, രാജേഷ് മാധവൻ തുടങ്ങിയവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്നത്. രാജേഷ് മാധവനൊപ്പം തന്നെ ഗൗതമി നായർ, അമൃത, അബ്ദുള്ളി, ബിൻസു റേച്ചൽ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തുന്നുണ്ട്. ഇപ്പോഴത്തെ C5-ൽ ഈ ഒരു സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെയുള്ള മികച്ചൊരു അഭിപ്രായങ്ങളൊക്കെ സ്വന്തമാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച തമിഴിൽ നിന്നും ഒരു വമ്പൻ ചിത്രം OTT വഴി റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വർഷത്തെ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയ തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമയാണ്. രാധിക ശരത് കുമാർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തിയ ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിൽ വൻ വിജയം സ്വന്തമാക്കി. വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 60 കോടിക്ക് മുകളിൽ കളക്ഷൻ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. തമിഴിലെ പ്രശസ്ത താരം ശിവകാർത്തികൻ ആദ്യമായിട്ട് നിർമ്മിച്ച ചിത്രം കൂടിയായത് തായ്ക്കിളവി എന്ന് പറയുന്ന സിനിമ. ഇപ്പോഴത്തെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുന്നത്. എന്നൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയം നേടിയതുപോലെ തന്നെ OTT-ലും വിജയിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ കാത്തിരുന്ന ചിത്രങ്ങളൊന്നായിരുന്നു ഈ ആഴ്ച റിലീസ് എത്തിയിരിക്കുന്നത്. ഷൈൻ നിഗം കേന്ദ്ര കഥാപാത്രത്തെ ഹാർ എന്ന് പറയുന്ന സിനിമയാണ്. ഒരുപാട് വിവാദങ്ങൾക്ക് ഇടവരുത്തിയ ചിത്രമാണെങ്കിലും ബോക്സ് ഓഫീസിൽ ചിത്രം ഒരു പരാജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ചിത്രം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് വീരയായിരുന്നു. സാക്ഷി വൈദ്യയാണ് ചിത്രത്തിൽ നായികയായിട്ടെത്തിയത്. ചിത്രത്തിൽ ഷൈൻ നിഗത്തിനോടൊപ്പം തന്നെ ജോണി ആന്റണി, നത്ത്, വിനീത്, ദീപ് കുമാർ, K മധുവൻ, സംഗീത മാധവൻ നായർ, ജോയ് മാത്യു, നിഷാന്ത് സാഗർ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സൺ നെക്സ്റ്റിലും മനോരമ മാക്സിലുമായിട്ട് നമുക്ക് ഹാർ എന്ന് പറയുന്ന സിനിമ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കണേ കണിമംഗലം കോവിലകം എന്ന് പറയുന്ന സിനിമയാണ്. തീപ്പൊരി ബിന്നി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രാജേഷ് മോഹന്റെ സംവിധാനത്തിൽ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമാണ് കണിമംഗലം കോവിലകം. ഹൊറർ കോമഡി ജേണലിൽ ഒരുക്കിയ ചിത്രം ഇപ്പോഴത്തെ OTT പ്ലാറ്റ്ഫോമായിട്ടുള്ള സൺ നെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് റാഫി, അജ്മൽ ഖാൻ, സ്മിനു സിജോ, ശരത് സഭ, അഭി കൃഷ്ണ, ടോണി കെ ജോസ്, അനൂപ് മുടിയൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രം സൺ നെക്സ്റ്റ് സ്ട്രീമിംഗ് ആരംഭിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച റിലീസ് ചെയ്തിരിക്കുന്ന മറ്റൊരു ചിത്രം നോക്കിയാൽ ഷാഡോ പ്ലേ എന്ന് പറയുന്ന ഒരു മലയാള ചിത്രമാണ്. ഒരു ഇൻവെസ്റ്റിഗേഷനെ കഥ പറയുന്ന ചിത്രമാണ് ഷാഡോ പ്ലേ എന്ന് പറയുന്ന സിനിമ. പ്രതികാരത്തിന്റെ അതിജീവനത്തിനെ കഥ പറയുന്ന ഈ ഒരു ത്രില്ലർ ചിത്രം ഇപ്പോഴത്തെ ചിത്രം മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്തിരിക്കുന്ന മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നൊക്കെയായിട്ട്. അതോടൊപ്പം തന്നെ ഈ ആഴ്ച ഹിന്ദിയിൽ നിന്നും 2 ചിത്രങ്ങൾ കൂടി തിയേറ്ററിൽ OTT-ൽ എത്തുന്നുണ്ട്. ഒന്നാമത്തെ ചിത്രം ഏതെന്ന് നോക്കുകയാണെങ്കിൽ മലയാളിയായിട്ടുള്ള വിജയ് നമ്പ്യാർ അണിയിച്ചൊരുക്കിയ തിയ മെയിൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ ഹിന്ദി ചിത്രമാണ്. ആദർശ് ഗൗരവ്, ഷനായ കപൂർ തുടങ്ങിയ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ടെത്തിയ ഒരു ഹിന്ദി റൊമാൻറ്റിക് സർവൈവൽ ചിത്രം കൂടിയാണ് തുയ മെയിൻ എന്ന് പറയുന്ന സിനിമ. ഏപ്രിൽ 10 ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് ഓ റോമിയോ എന്ന് പറയുന്ന സിനിമ. ഷാഹിദ് കപൂർ കേന്ദ്ര കഥാപാത്രമായിട്ട് എത്തുന്ന ചിത്രം വിശാൽ ഭരദ്വാജാണ് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 1990-കളിൽ മുംബൈ നടക്കുന്ന ഒരു ക്രൈം ഡ്രാമയാണ്. ആമസോൺ പ്രൈമിലൂടെ ചിത്രം സിനിമാ പ്രേമികൾക്ക് ഇപ്പോൾ മുതൽ ആസ്വദിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രങ്ങളൊന്നാണ് സംഭവം അധ്യായം 1 എന്ന് പറയുന്ന സിനിമ. ജിത്തു സതീശൻ മംഗലത്തെ രചനയും സംവിധാനം നിർവഹിച്ച ചിത്രമാണ് സംഭവം അധ്യായം 1. മിസ്റ്ററി ഫാന്റസി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ ഒരു ചിത്രം 5 ഭാഷകളിലൂടെ OTT റിലീസിന് തയ്യാറെടുക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാറാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം, തമിഴ്, ഹിന്ദി, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷകളുടെ ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രം മികച്ച കളക്ഷൻ നേടിയ സാഹചര്യത്തിലായിരുന്നു ആട് 3-യും വാഴ 2-യും വന്നത്. അതോടെ കളക്ഷൻ നേരെ ഇടുകയും എങ്കിലും നല്ലൊരു മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയ ചിത്രത്തിനായിട്ട് സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മലയാള സിനിമാ പ്രേമികൾ ഏറെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ് ആട് 3 എന്ന് പറയുന്ന സിനിമ. ജയസൂര്യ കേന്ദ്ര കഥാപാത്രക്ക് മിഥുൻ മാനുവൽ തോമസ് അണിയിച്ചൊരുക്കിയ ചിത്രം ആട് സീരീസിന്റെ 3ാം ഭാഗമായിരുന്നു. അതൊക്കെയാണ് ചിത്രം വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 120 കോടി കടന്ന് മുന്നേറുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സുകൾ വന്നിരിക്കുകയാണ്. ജിയോ ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കി എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ചിത്രം ഉടൻ തന്നെ വരുമെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോഴും തിയേറ്ററിൽ വൻ വിജയം നേടി മുന്നേറുന്ന ചിത്രമാണ് വാഴ 2 എന്ന് പറയുന്ന സിനിമ. ഷാഹിറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സബിൻസ അണിയിച്ചൊരുക്കിയ ചിത്രം ഇതിനോടൊപ്പം തന്നെ വേൾഡ് ബോക്സ് ഓഫീസിനായിട്ട് 8 ദിവസം കൊണ്ട് 120 കോടി പിന്നിടുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രത്തിന്റെ OTT റൈറ്റ്സ് ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി എന്നുള്ള അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടി. അപ്പോൾ ഇത്രയും ചിത്രങ്ങളാണ് ഈ ആഴ്ച വരുന്ന ആഴ്ചയ്ക്കായിട്ട് OTT വഴി റിലീസ് തയ്യാറെടുക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിലുള്ള ചിത്രങ്ങളിൽ ഏത് സിനിമ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രഷർ കാത്തിരിക്കുന്നത് എന്ന് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.